ഇന്ന് തിങ്കളാഴ്ച ആഗസ്റ്റ് 25. ഈ ആഴ്ച വരുന്ന OTT റിലീസുകളും പുതിയ OTT അപ്ഡേറ്റുകളും വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ അപ്ഡേറ്റ്, വാസന്തി എന്ന കേരള സ്റ്റേറ്റ് അവാർഡൊക്കെ നേടിയ സ്വാസിക അഭിനയിക്കുന്ന മലയാളം സിനിമ ആഗസ്റ്റ് 28 മനോരമ മാക്സിലൂടെ മലയാളത്തിൽ OTT റിലീസ് ആകും. നേരത്തെ വിദേശത്ത് ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്ത 2018 ഇറങ്ങിയ ഒരു റൊമാൻറ്റിക് ഡ്രാമ മലയാളം ചിത്രമാണ് കഥ പറഞ്ഞ കഥ. ഈ സിനിമ മനോരമ മാക്സിലൂടെ ആഗസ്റ്റ് 29 മലയാളം ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. അടുത്തത് ഒരു മലയാളം സീരീസ് ആണ്. സംഭവ വിവരണം 4.5 സംഘം അഥവാ ക്രോണിക്കിൾസ് ഓഫ് ദ 4.5 ഗ്യാങ് എന്നാണ് സീരീസിന്റെ പേര്. സീരീസ് ആഗസ്റ്റ് 28 ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ എപ്പം വേണമെങ്കിലും സോണി ലിവിലൂടെ മലയാളം അടക്കം പാണിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകും. വിജയ് ദേവരകൊണ്ട നായകനായ കിങ്ഡം എന്ന ആവറേജ് അഭിപ്രായം നേടിയ തെലുങ്ക് ആക്ഷൻ സ്പൈ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ആഗസ്റ്റ് 28 നിന്നും ഒരു ദിവസം നേരത്തെ ആഗസ്റ്റ് 27 മലയാളം അടക്കം പാണിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകുമെന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പുതിയ മലയാളം ഡബ്ഡ് ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ സീരീസ് ആണ് ദ ടെർമിനൽ ലിസ്റ്റ് ഡാർക്ക് വോൾഫ്. ആഗസ്റ്റ് 27 ആമസോൺ പ്രൈമിലൂടെ സീരീസിന്റെ ആദ്യ 3 എപ്പിസോഡ് മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് അടക്കമുള്ള പാണിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകും. സീരീസിന്റെ ബാക്കിയുള്ള 4 എപ്പിസോഡ് ആഴ്ചകളിൽ ബുധനാഴ്ച ഓരോന്ന് വീതമായിട്ടും റിലീസ് ആകുന്നതാണ്. റേംബോ ഇൻ ലവ് എന്ന പുതിയ റൊമാൻറ്റിക് കോമഡി തെലുങ്ക് സീരീസ് മലയാളം, തമിഴ്, തെലുങ്ക് അടക്കമുള്ള ഭാഷകളിൽ സെപ്റ്റംബർ 12 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ആകും. കഴിഞ്ഞ വർഷത്തെ ആമസോൺ പ്രൈമിന്റെ മികച്ച 3 സീരീസുകളിൽ ഒരു സീരീസാണ് ഫാൾഔട്ട് എന്ന ഹോളിവുഡ് പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ആക്ഷൻ അഡ്വഞ്ചർ സീരീസ്. കഴിഞ്ഞ വർഷം മലയാളം ഭാഷയിൽ അടക്കം OTT റിലീസ് ചെയ്ത ഈ സീരീസിന്റെ പുതിയ 2ാമത്തെ സീസൺ ഈ വർഷം ഡിസംബർ 17 ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി അടക്കമുള്ള പാണിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകുന്നതാണ്. മൈ ഫാൾട്ട് എന്ന യങ് അഡൾട്ട് റൊമാൻറ്റിക് ഡ്രാമ സ്പാനിഷ് ചിത്രത്തിന്റെ 3ാമത്തെ ഭാഗമാണ് അവർ ഫാൾട്ട്. സിനിമ ഒക്ടോബർ 16 സ്പാനിഷ് ഭാഷയ്ക്ക് പുറമെ ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, ഇംഗ്ലീഷ് അടക്കമുള്ള പാണിന്ത്യൻ ഭാഷകളിൽ ഡയറക്റ്റ് OTT റിലീസ് ആകും. തമന്ന, ഡയാന പെൻഡിയൊക്കെ അഭിനയിക്കുന്ന ഡു യു വണ പാർട്ട്ണർ എന്ന പുതിയ ഹിന്ദി ബ്യൂട്ടി കോമഡി സീരീസ് ആമസോൺ പ്രൈമിലൂടെ സെപ്റ്റംബർ 12 OTT റിലീസ് ആകുമെന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഹിന്ദിക്ക് പുറമെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും കൂടെ സീരീസിന്റെ OTT റിലീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തത് ഒരു പുതിയ ക്രൈം ഡ്രാമ തമിഴ് ചിത്രമാണ് മായക്കൂത്ത്. സിനിമ ആഗസ്റ്റ് 27 സൺ നെക്സ്റ്റിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഗവി എന്നൊരു ആക്ഷൻ ഡ്രാമ സർവൈവൽ തമിഴ് ചിത്രവും ആഗസ്റ്റ് 27 സൺ നെക്സ്റ്റിലൂടെ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ആകും. നേരത്തെ വിദേശത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്ത സൂപ്പർമാൻ എന്ന ഹോളിവുഡ് സിനിമ ഇപ്പം തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും കൂടെ വിദേശത്ത് OTT റിലീസ് ആയിട്ടുണ്ട്. നാളെ ആഗസ്റ്റ് 26 ബുക്ക് മൈ ഷോ സ്ട്രീമിലും കൂടെ സിനിമ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ഇന്ത്യയിലടക്കം OTT റിലീസ് ചെയ്യും. തണ്ടർ ബോൾസ് എന്ന ഹോളിവുഡ് സിനിമയും നേരത്തെ വിദേശത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്ത സിനിമയാണ്. ഈ സിനിമയും ഈ ആഴ്ച ആഗസ്റ്റ് 27 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ആകും. ദ തേഴ്സ്ഡേ മർഡർ ക്ലബ് എന്ന പുതിയ ബ്രിട്ടീഷ് ക്രൈം കോമഡി മിസ്റ്ററി ത്രില്ലർ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ ആഗസ്റ്റ് 28 തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ഡയറക്റ്റ് OTT റിലീസ് ആകുന്നതാണ്. ടുഗദർ എന്ന മികച്ച അഭിപ്രായം നേടിയ ബോഡി ഹൊറർ ഹോളിവുഡ് ചിത്രവും ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മർ എന്ന മിക്സഡ് അഭിപ്രായം നേടി വിജയിച്ച ഹോളിവുഡ് സ്ലാഷർ ഹൊറർ ചിത്രവും നാളെ ആഗസ്റ്റ് 26 ഇന്ത്യക്ക് പുറത്ത് ആമസോൺ പ്രൈമിലൂടെയും കൂടുതൽ ഡിജിറ്റൽ സർവീസുകളിലൂടെയും ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ആകും. കന്നഡ മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണ് ശോധ. സീരീസ് ആഗസ്റ്റ് 29 കന്നഡ ഭാഷയിൽ ZEE5 ലഭ്യമാകും. നിവിൻ പോളി അഭിനയിക്കുന്ന മലയാളം സീരീസ് ആണ് ഫാർമ. സീരീസിന്റെ പുതിയൊരു കമ്മിങ് സൂൺ പോസ്റ്റർ കഴിഞ്ഞ ആഴ്ച ജിയോ ഹോട്ട്സ്റ്റാർ പുറത്തുവിട്ടിട്ടുണ്ട്. സെപ്റ്റംബർ മാസം റിലീസ് ആകുന്ന ഈ സീരീസ് സെപ്റ്റംബറിന്റെ ആദ്യ പകുതിയിലോ അല്ലെങ്കിൽ സെപ്റ്റംബർ 5 ആയിട്ട് OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് അൺഒഫീഷ്യൽ വിവരം.
അനൂപ് മേനോനും ധ്യാൻ ശ്രീനിവാസനുമൊക്കെ അഭിനയിച്ച രവീന്ദ്ര നീ എവിടെ എന്ന മിക്സഡ് അഭിപ്രായം നേടിയ ഫാമിലി കോമഡി മലയാളം സിനിമയുടെ OTT കമ്മിങ് സൂൺ പോസ്റ്റർ ഇന്ന് സൈന പ്ലേ പുറത്തുവിട്ടിട്ടുണ്ട്. സെപ്റ്റംബറിന്റെ ആദ്യ പകുതിയിൽ സൈന പ്ലേയിലൂടെ OTT റിലീസ് ആവേണ്ട ID ദ ഫേക്ക് എന്ന സിനിമയുടെ OTT റിലീസിന് ശേഷം സെപ്റ്റംബറിന്റെ രണ്ടാം പകുതിയിൽ ഈ രവീന്ദ്രൻ എവിടെ എന്ന സിനിമ സൈന പ്ലേയിലൂടെ OTT റിലീസ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുപമ പരമേശ്വർ അഭിനയിച്ച കഴിഞ്ഞ ആഴ്ച മലയാളം തെലുങ്ക് ഭാഷകളിൽ തിയേറ്ററിലേക്ക് എത്തിയ ചിത്രമാണ് പർദ. സിനിമ ആമസോൺ പ്രൈമിലൂടെ സെപ്റ്റംബറിന്റെ മൂന്നാമത്തെ ആഴ്ച മലയാളം തെലുങ്ക് ഭാഷകളിൽ OTT റിലീസ് ആകുമെന്നാണ് വിവരം. സെപ്റ്റംബർ 19 സിനിമയുടെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്. അടുത്തത് 400 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന 335 കോടി കളക്ഷൻ കടന്ന് വിജയിക്കാൻ സാധിക്കാതെ പോയ മിക്സഡ് ആവറേജ് അഭിപ്രായം നേടിയ സ്പൈ ആക്ഷൻ ബോളിവുഡ് ചിത്രമാണ് വാർ 2. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നേരത്തെ അറിയിച്ചതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ ഒക്ടോബർ 9 തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ആകുമെന്നാണ്. അവസാനത്തെ അപ്ഡേറ്റ് രജനീകാന്ത് നായകനാകുന്ന ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത മാസ് ആക്ഷൻ ത്രില്ലർ തമിഴ് ചിത്രമാണ് കൂലി. 350-400 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന 470 കോടി കളക്ഷൻ കടന്ന തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ മിക്സഡ് ആവറേജ് അഭിപ്രായം നേടിയെങ്കിലും പിന്നീട് പോസിറ്റീവ് അഭിപ്രായം നേടിയ ഈ സിനിമ ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ സെപ്റ്റംബർ മാസം 2-ാമത്തെയോ 3-ാമത്തെയോ ആഴ്ച OTT റിലീസ് ആകും. ഇതിൽ സെപ്റ്റംബർ 11 സിനിമ റിലീസ് ആകുമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം.